ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ BJP നടത്തിയിരിക്കുന്നത്. 2020 ഇപ്പോൾ NDAയിലേക്ക് പോകുന്നു എന്ന സ്ഥിരീകരണം വരാൻ പോകുന്നു. അല്പസമയത്തിനകം സംസ്ഥാന BJPയുടെ അധ്യക്ഷൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. BJPക്ക് ഗുണകരമായൊരു സാഹചര്യമാണോ ഒരുങ്ങുന്നത്? എന്ന് പറയാൻ പറ്റില്ല. BJP സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അടിത്തറ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് 2020 അടക്കമുള്ള പാർട്ടികളും അതുപോലുള്ള പ്രാദേശിക ചെറുകിട പാർട്ടികളുമായിട്ടൊക്കെ സഹകരിക്കുന്നത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ തെറ്റില്ല. 2020 കിഴക്കമ്പലത്തും പരിസരത്തുള്ള ചില പഞ്ചായത്തുകളിലൊക്കെ സാമാന്യ പ്രബലമായ രാഷ്ട്രീയ ശക്തിയാണ്. അതോടൊപ്പം തന്നെ സാബു ജേക്കബ് എന്ന് പറഞ്ഞ വ്യവസായിയുടെ ഒരു വ്യാവസായിക ശക്തിയുമായിട്ട് കൂടി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം BJP മുന്നോട്ട് വെക്കുന്ന ഒരു വ്യവസായ നയം അല്ലെങ്കിൽ സാമ്പത്തിക നയത്തിന്റെ ഒരു ഗുണഭോക്താവാണ് സാബു ജേക്കബ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ വ്യാവസായികമായിട്ടുള്ള താല്പര്യങ്ങൾ അതിന് അനുഗുണമായിട്ടുള്ള ഒരു സംവിധാനം BJPയിൽ നിന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം. അതായത് ശ്രീ ജയശങ്കർ, ഈ പലപ്പോഴായി പറയുന്നത് LDFും UDFും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തദ്ദേശത്തിലായാലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരുമിച്ച് കൈകോർക്കുന്നു, തന്നെ വേട്ടയാടാനെന്ന ഒരു ആവലാതിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ മറ്റൊരു ഓപ്ഷൻ NDA മാത്രമേ ഉള്ളൂ. അത് വ്യക്തിപരമായും സാബു ജേക്കബ് എന്ന വ്യവസായി കൂടിയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഒരു അനുകൂല പരിസരം കൂടി കണ്ടുള്ള നീക്കമായിരിക്കുമോ 2020-യുടേത്? തീർച്ചയായിട്ടും ഒരു പരിഗണനാ വിഷയമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പാർട്ടി കഴിഞ്ഞ, അതായത് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം, പിന്നീട് കുന്നത്തുനാട്, പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ മുതലായ അസംബ്ലി മണ്ഡലങ്ങളിൽ മത്സരിച്ച് വോട്ട് പിടിച്ച ഒരു സാഹചര്യം, അത്രയും അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല. എങ്കിൽ പോലും അത് തീരെ എഴുതിത്തള്ളാൻ പറ്റാത്തൊരു രാഷ്ട്രീയ ശക്തി തന്നെയാണ് ഈ കിഴക്കമ്പലം കോലഞ്ചേരി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും. സ്വാഭാവികമായിട്ടും മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾ, വ്യവസായ താല്പര്യങ്ങൾ കേരളത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തും അതുപോലെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ അദ്ദേഹത്തിനുണ്ടായ തിക്താനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ദീർഘകാലത്തേക്കുള്ള ഒരു സഹകരണമായിട്ട് മാറിയേക്കാം എന്നെനിക്ക് തോന്നുന്നു. നേരത്തെ ഈ ആപ്പുമായിട്ടുള്ള ഒരു സഖ്യം കൈകോർക്കലൊക്കെ നേരത്തെ കണ്ടതാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില മൂവ്മെന്റുകൾ കേരളത്തിൽ ചില പോക്കറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. V4 കൊച്ചി അറിയാം. പിന്നീട് ഇതിന്റെയൊക്കെ ആയുസ്സം നമ്മൾ കണ്ടുള്ളതാണ്. പക്ഷേ 2020 ഒരു ബിസിനസ് പ്രമുഖന്റെ കരുത്തിലൂടെ മുന്നോട്ട് പോകാൻ ഈ പറയുന്ന നമ്മുടെ തദ്ദേശമാണ് ഏറ്റവും ഒടുവിൽ പരിശോധിച്ചാൽ കിഴക്കമ്പലമായാലും ഐക്യനാട്, മഴുവന്നൂർ, കുന്നത്തുനാട്, ഇവിടെയൊക്കെ ഈ കുന്നത്തുനാട് കൈവിട്ടു പോയെങ്കിലും അവിടെയൊക്കെ തന്നെ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ സാന്നിധ്യമാകാൻ കഴിഞ്ഞിട്ടുള്ളൊരു കക്ഷിയാണ്. നിലവിലെ ഈ NDAയിലെ കക്ഷികളുടെ കരുത്ത് കൂടി BJP ഇതര കക്ഷികളുടെ കരുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2020-യെ കൂടെ ചേർക്കുന്നത് ഒരു ഗുണകരമായ ഒരു ആനുകൂല്യം കൂടി ഉണ്ടാക്കാൻ BJPക്ക് ആകുന്നുണ്ട് എന്ന് കൂടി മനസ്സിലായിക്കൂടെ ശ്രീ ജയശങ്കർ? അത് ആ രീതിയിലുള്ള ഒരു വായ്ചെറുക്കൽ സാധ്യമാണ് ഇതിനകത്ത്. പിന്നെ കുന്നത്തുനാടിനെ സംബന്ധിച്ചിടത്തോളം BJP അത്ര വലിയൊരു രാഷ്ട്രീയ ശക്തിയല്ല. ആ പ്രദേശത്ത് അവരുടെ അടിത്തറ വിപുലീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗുണകരമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായ പല സഹകരണ മേഖലകളും ഇതുമായി തുറക്കപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ കേവലം ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഹകരണം പോലെയല്ല. ആം ആദ്മി പാർട്ടി നമ്മുടെ രാജ്യത്ത് അങ്ങനെ വലിയ മേൽവിലാസമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. BJP അങ്ങനെയല്ല. മാത്രമല്ല ഇവരുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടാണ് അതിൽ ചേരുന്നത്. അപ്പൊ അതും പ്രധാനപ്പെട്ട ഘടകമാണ്. അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ട് എതിർപ്പ് കോൺഗ്രസിനോടും UDFിനോടുമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവായിട്ട് ബെന്നി ബെഹനാനോടാണ്. എന്നാൽ CPM-ന്റെ ഭാഗത്ത് പുള്ളിക്ക് പ്രത്യേകിച്ച് ആ ഒരു ആനുകൂല്യം കിട്ടിയില്ല എന്ന് മാത്രമല്ല ശ്രീനിജൻ MLA അദ്ദേഹത്തെ കഴിയാവുന്ന എല്ലാ രീതിയിലും ദ്രോഹിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്.